മതവിശ്വാസം, ദൈവവിശ്വാസം ഇതൊക്കെ അശാസ്ത്രീയമാണെന്നും ഇതൊക്കെ അന്ധവിശ്വാസമാണെന്നും ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്നവർ മന്ദബുദ്ധികളാണെന്നും പരക്കെ ഒരു വിശ്വാസം നമ്മളുടെ ഇടയ്ക്ക് വളർന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് ശരിയായിരിക്കാം. പക്ഷേ ഇവരെ കൊണ്ടു നടക്കുന്നത് ഇതിനേക്കാൾ രൂഢമൂലമായ ഒരു അന്ധവിശ്വാസമാണെന്ന് ഇവർ തിരിച്ചറിയുന്നില്ല. ഭൗതിക വിശ്വാസം എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനമായ അന്ധവിശ്വാസം. അതിനേക്കാൾ കുറച്ചുകൂടെ വാസ്തവികതയോട് അടുത്തതാണ് മതവിശ്വാസവും ദൈവവിശ്വാസവുമല്ല. ഒരുപക്ഷെ പരമമായ സത്യം എന്ന് പറയുന്നത് ഇതിനേക്കാളെല്ലാം വ്യത്യസ്തമായ ഒന്നായിരിക്കാം. പക്ഷേ ഈ ഭൗതിക വിശ്വാസം, അതായത് ഈ കാണുന്നതെല്ലാം മാത്രമാണ് സത്യം, അതെല്ലാം കാണുന്നത് പോലെ തന്നെയാണ് എന്നുള്ള വിശ്വാസമാണ് ഏറ്റവും അന്ധമായ ഭൗതിക വിശ്വാസം എന്ന് പറയുന്നത്. ഇത് സ്വതന്ത്ര ചിന്തയായിട്ടും ശാസ്ത്രീയ വീക്ഷണമായിട്ടുമൊക്കെ അനേകർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ചികിത്സാ രംഗത്ത് ഒരുപാട് പുതിയ പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഈ അടുത്തിടയ്ക്ക് ഞാൻ വായിക്കാനിടയായ ഒരു പുസ്തകം ദി ബയോളജി ഓഫ് ബിലീഫ്, ബ്രൂസ് ലിപ്റ്റൺ എന്ന ഒരാൾ ആണ് ആ പുസ്തകം എഴുതിയത്. പിന്നെ ദീപക് ചോപ്രയുടെ അനേകം പുസ്തകങ്ങളുണ്ട്. ഇവരൊക്കെ ഡോക്ടർമാരാണ്, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇതുകൂടാതെ എനിക്ക് പരിചയമുള്ള ന്യൂറോളജിസ്റ്റുകൾ പലരും ഇപ്പോൾ സംസാരിക്കുന്നത് ഈ രോഗികളായിട്ട് വരുന്നവരുടെ വിശ്വാസവും അവരുടെ രോഗശമനവും തമ്മിലുള്ള ബന്ധം. അപ്പോൾ നമ്മളുടെ ഹീലിംഗ് ഹോർമോൺസ് എന്നൊന്നുണ്ട്. അതായത് ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഡോപ്പമിൻ, എപ്പിനെഫ്രൈൻ, ഇങ്ങനെയുള്ള ഹോർമോൺസ് നമ്മുടെ രോഗശാന്തിയെ ഹെൽപ്പ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ മനസ്സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് രോഗം വരാൻ സാധ്യത കുറവാണ്. നമുക്ക് രോഗം വന്നാൽ തന്നെ അത് പിടിച്ചു നിൽക്കാൻ ഈ നമ്മളുടെ മനഃശാന്തി സഹായകമാകും. അപ്പോൾ ഈ മനഃശാന്തിയും നമ്മളുടെ വിശ്വാസങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്. അതാണ് ഈ പുസ്തകങ്ങളൊക്കെ നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാകൃത സമൂഹത്തിൽ ആണ് ജീവിക്കുന്നത്. എങ്ങനെയും സൂഹിക്കുക, എങ്ങനെയും മറ്റുള്ളവരെ അടിച്ച് വീഴ്ത്തുക, എങ്ങനെയും കിട്ടാവുന്നതെല്ലാം തട്ടിപ്പറിക്കുക. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് യാതൊരു മാനുഷിക മൂല്യങ്ങളും പാടില്ല. വനത്തിൽ കടുവയും പുലിയുമൊക്കെ ഇര തേടുന്നത് പോലെ നമുക്ക് കിട്ടാവുന്നതൊക്കെ നമുക്ക് സ്വന്തമാക്കുക, അതിനപ്പുറത്ത് സൂക്ഷിക്കുക. ഇതെല്ലാം ഇതിനപ്പുറത്ത് വേറൊന്നുമില്ല എന്നുള്ള ഒരു തത്വചിന്തയിലേക്കാണ് ഈ ഭൗതികവാദം മനുഷ്യരെ നയിക്കുന്നത്. അപ്പം നേരെ മറിച്ച് ഒരു ഇൻ്റർ കണക്റ്റഡ്നെസ്, എല്ലാ ജീവജാലങ്ങളും എല്ലാ മനുഷ്യരും തമ്മിൽ എന്തോ ഒരു പരസ്പര ബന്ധം ഉണ്ടെന്നും ഇതിനൊക്കെ കാരണഭൂതമായ എന്തോ ഒരു റിയാലിറ്റി, അത് ശുദ്ധബോധമോ എന്തോ ആയിക്കോട്ടെ, എന്ത് പേര് കൊടുത്താലും ഒരുപക്ഷെ അതിന് പേര് കൊടുക്കാൻ തന്നെ പറ്റുകയില്ലായിരിക്കും.
ഉണ്ടെന്നുള്ള ഒരു ചിന്തയാണ് ആധ്യാത്മിക ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കത്തിൽ ഈ ബുദ്ധൻ റൈറ്റ് വ്യൂസ് എന്ന് പറഞ്ഞതിലാണ് ഇതൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ബ്രൂസ് ലിപ്റ്റൻ്റെ ബയോളജി ഓഫ് ബിലീഫും ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അടിസ്ഥാനപരമായ നമ്മളുടെ വേൾഡ് വ്യൂ, നമ്മൾ ഈ മെറ്റീരിയൽ യൂണിവേഴ്സ് മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വളരെ അരക്ഷിതമായ ഒരു സ്ഥലത്താണ് ജീവിക്കുന്നത്. നമുക്ക് യാതൊരു സപ്പോർട്ടും ഇല്ല. നമ്മൾ എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ മാറ്റി മത്സരിച്ച് അവരെ നശിപ്പിച്ച് മുന്നേറാനേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ഇതിന് അപ്പുറത്ത് വളർന്നില്ല എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ആകുല ചിന്ത ഉണ്ടാക്കുന്നു. ഈ ആകുല ചിന്ത ആണ് പലപ്പോഴും രോഗകാരണമെന്നാണ് ഇവരൊക്കെ സമർത്ഥിക്കുന്നത്. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തൊന്നുമില്ല. അപ്പോൾ ഏതായാലും നമ്മൾ മരിക്കും, പിന്നെ അവശേഷിക്കുന്നത് എന്താണ്? എങ്ങനെയെങ്കിലും ഉള്ള കാലം ജീവിക്കുക, സുഖിക്കുക എന്നുള്ള ഒരു ഫിലോസഫി. പിന്നെ ഈ പുസ്തകത്തിലൊക്കെ പറയുന്ന നിരവധി ഗവേഷണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ജീവിക്കാനുള്ള ഒരു ത്വര എങ്ങനെയാണ് മനുഷ്യർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണം. സ്വന്തം കുടുംബത്തിൽ തന്നെ ആയാലും സ്വന്തം മക്കളായാലും അവർക്ക് വേണ്ടി പണം സമ്പാദിക്കണം എന്നതും ഒരു നിസ്വാർത്ഥത തന്നെയാണ്. കാരണം ശരിക്കും ഭൗതികവാദത്തിൽ സ്വന്തം ഭാര്യ, മക്കൾ ഇവരെ ഒന്നും നമ്മുടെ സുഖത്തിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ എന്നുള്ളതല്ലാതെ വേറൊരു വാല്യൂ ഒരു കറയാറ്റ ഭൗതികവാദി കാണുന്നില്ല. ഭാര്യയെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഉടനെ അവരെ ഡൈവേഴ്സ് ചെയ്യുക, അല്ലെ കൊല്ലുക. അപ്പോൾ മക്കളായാലും അങ്ങനെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിന്നില്ലെങ്കിൽ അവരെയും വക വരുത്തുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക. നമ്മുടെ വ്യക്തിപരമായ സുഖം അതുമാത്രമേ ഭൗതികവാദിക്ക് യഥാർത്ഥത്തിൽ മുമ്പിൽ കാണാൻ പറ്റുള്ളൂ. കറയറ്റ ഭൗതികവാദി യുക്തിഭദ്രമായി ചിന്തിക്കാൻ കഴിയുള്ള ഭൗതികവാദിയാണെങ്കിൽ അതിനപ്പുറത്ത് യാതൊരു മൂല്യവും അയാൾക്കുണ്ടാകാൻ വഴിയില്ല. അപ്പോൾ റൈറ്റ് വ്യൂസ്, അതായത് ഒരു ആരോഗ്യകരമായ പ്രപഞ്ച വീക്ഷണം എന്താണ്? നമുക്ക് മനസ്സമാധാനം തരുന്ന പ്രപഞ്ച വീക്ഷണം ഏതാണ്? അപ്പോൾ ഒരാൾക്ക് രോഗം വന്നുവെന്ന് തന്നെ ഇരിക്കട്ടെ. ഇപ്പം ഈ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ചിലപ്പോൾ ക്യാൻസർ വന്നെന്ന് വരും. പക്ഷെ അവർ പിടിച്ചു നിൽക്കും. അവരൊരു പക്ഷേ മരിച്ചില്ലെങ്കിൽ തന്നെ അവർ ദീർഘകാലം ഈ രോഗവുമായിട്ട് മുമ്പോട്ട് പോയെന്ന് വരും. പക്ഷെ ഒരു ഭൗതികവാദി, യാതൊരു ഐഡിയലിസവും ഇല്ലാത്ത ഭൗതികവാദി, അയാൾക്ക് ക്യാൻസർ വന്നാൽ അയാൾ പെട്ടെന്ന് അതിനടിമപ്പെട്ടെന്ന് വരും. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ഐഡിയോളജി, അതായത് സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യണം എന്നുള്ള ഒരു ചിന്ത, നമ്മളുടെ കൂടെ നിൽക്കുന്നവരെങ്കിലും നമ്മൾ സഹായിക്കണം എന്നുള്ള ചിന്ത, നമ്മളൊരു റെസ്പോൺസിബിൾ പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഒരു ഉത്തരവാദപ്പെട്ട ചുമതല തനിക്കുണ്ട്. അപ്പം എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ ചിലപ്പോൾ ക്യാൻസറിനെയൊക്കെ അതിജീവിച്ചെന്ന് വരാം. അല്ലെങ്കിൽ ആ ക്യാൻസർ എളുപ്പം ഇയാളെ കീഴടക്കിയെന്ന് വരികയില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നമ്മളുടെ സെൽഫിന് വെളിയിലുള്ള ഏതെങ്കിലും ഒരു ത്യാഗ മനോഭാവം, അത് നമ്മളുടെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമാണ്. ഒരുപക്ഷെ നമുക്ക് രോഗം വന്നാൽ തന്നെ പിടിച്ചു നിൽക്കാനും ആ രോഗത്തിൽ നിന്ന് മോചനം നേടാനും നമ്മളെ സഹായിക്കുന്നത് നമ്മളുടെ ആരോഗ്യകരമായ വേൾഡ് വ്യൂ തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാകേണ്ടത് ബിലീഫാണ്. ബിലീഫിൽ നിന്നാണ് ഫെയ്ത്ത് ഉണ്ടാകുന്നത്.
ബിലീഫ് എന്ന് പറയുന്നത് വിശ്വാസം എന്ന് മലയാളത്തിൽ പറയുന്നത് ഒരുപക്ഷെ ഈ ബിലീഫും ഫെയ്ത്തും ചേർന്നതായിരിക്കാം. പക്ഷെ ഇംഗ്ലീഷിൽ ബിലീഫ് എന്ന് പറയുമ്പോൾ അത് കോഗ്നിറ്റീവാണ്, ബുദ്ധിപരം മാത്രമാണ്. പക്ഷെ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ അതിൽ വൈകാരികത കൂടെ വരുന്നു. അപ്പം നമ്മളെ നിലനിർത്തുന്നത് വേറെ എന്തോ ഒന്നുകൂടെയാണ്. നമ്മളുടെ സ്വന്തം പ്രയത്നം മാത്രമല്ല, ഒരു ബാഹ്യ ശക്തി അല്ലെങ്കിൽ ഒരു പ്രപഞ്ച ശക്തി കൂടെ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത കൂടെ ഫെയ്ത്ത് എന്നുള്ള ഒരു ആശയത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബിലീഫ് അനുസരിച്ചാണ് നമുക്ക് ഫെയ്ത്ത് ഉണ്ടാകുന്നത്. ബിലീഫ് ഇല്ലെങ്കിൽ ഫെയ്ത്ത് വരികയില്ല. അപ്പോൾ നമുക്ക് ഫെയ്ത്ത് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉണ്ടാകുന്നത് മറ്റുള്ളവരെ സഹായിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഞാൻ ജീവിക്കണം എന്നുള്ള ചിന്തയാണ്. അപ്പോൾ അതനുസരിച്ചുള്ള നമ്മളുടെ പ്രവൃത്തിയും ഉണ്ടാകും. അപ്പോൾ നിസ്വാർത്ഥമായ നമ്മളുടെ പ്രവർത്തനങ്ങളാണ് ഈ ഹീലിംഗ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യാൻ നമ്മളുടെ സിസ്റ്റത്തിനെ സഹായിക്കുന്നത്. പല ന്യൂറോ സയൻറ്റിസ്റ്റുകൾ തന്നെയും ഇതാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ഡോപ്പമിൻ, എപ്പിനെഫ്രൈൻ തുടങ്ങിയ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഹീലിങ്ങിന് വളരെ സഹായകമാണ്. അപ്പോൾ ഇതൊക്കെ സെക്രീറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ മാനസിക നില അതിനനുസൃതമായിരിക്കണം. അപ്പോൾ അതിനാണ് നമ്മളുടെ വേൾഡ് വ്യൂ ശരിയായിരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഇവരൊക്കെ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മൊത്തത്തിലുള്ള നമ്മുടെ സമഗ്രമായ ആരോഗ്യം, ഹോളിസ്റ്റിക് ഹെൽത്ത് നിലനിൽക്കണം അല്ലെങ്കിൽ മെച്ചപ്പെടണമെങ്കിൽ നമ്മളുടെ വേൾഡ് വ്യൂ എന്താണ്, നമ്മുടെ പ്രപഞ്ച വീക്ഷണം എന്താണ്, അപ്പോൾ ആരോഗ്യകരമായ പ്രപഞ്ച വീക്ഷണം എന്താണ് എന്ന് നമ്മൾ പുനർചിന്തനം നടത്തേണ്ടിയിരിക്കും.